ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മുരിങ്ങാക്ക വിശേഷം പറഞ്ഞാലോ. ഇതെൻ്റെ വീടാണ് കാണുന്നത്. വീടിന് മുന്നിലുള്ള 3 മുരിങ്ങയുടെ മരമുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷമാണ് പറയുന്നത്. നമ്മളിവിടെ വീട്ടിൽ താമസിച്ചിട്ട് 3 വർഷമായി. നമ്മൾ താമസിച്ച ആ വർഷം നമ്മൾ കൊമ്പ് വെച്ചതാണ്. മുരിങ്ങയുടെ, അതായത് ചെടി മുരിങ്ങയുടെ കൊമ്പ് നട്ടു. 8 മാസം കൊണ്ട് തന്നെ നമുക്ക് കാ പിടിച്ചു. അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ മണ്ണെടുത്ത സമയത്ത് വേറെ പ്രത്യേകിച്ച് മരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് തെങ്ങുകൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് തെങ്ങുകളുണ്ട് ഇപ്പം. അതിൻ്റെ ഒപ്പരം ഈ കവുങ്ങും മാവും ഇങ്ങനെ കുറച്ചെങ്കിലും ഒരു പച്ചപ്പായി മാറിയത് നമ്മൾ നട്ട് നനച്ച് വളർത്തിയത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 3 മുരിങ്ങയുടെ കൊമ്പ് ചെടി മുരിങ്ങയാണ്. നമ്മൾ കൊമ്പ് നട്ടിട്ടാണ് ഉണ്ടായത്. ഇതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. വലിയൊരു കഥയൊന്നുമല്ല, ചെറിയൊരു കഥയുണ്ട്. അതായത് നമ്മൾ ഇവിടെ വീട് പണിയുടെ സമയത്ത് വരുമ്പോൾ ഒരു വീടുണ്ട് കുറച്ചപ്പുറത്തോട്ട്. അവിടെ ഇതുപോലെ മുരിങ്ങ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാം, എപ്പോഴും കാണാം. അപ്പോൾ നമ്മളെ മനസ്സിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, നമ്മളെ വീട്ടിലും ഇതുപോലൊരു മുരിങ്ങയുടെ കൊമ്പും കുഴിച്ചിട്ടിട്ട് ഇതുപോലെ മുരിങ്ങക്കായൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കില്ലേ? നിങ്ങളും വിചാരിക്കുന്നില്ലേ ഇതുപോലൊരു ഇത് വന്ന് നിങ്ങളെ വീട്ടിലും വേണമെന്നുള്ളത്? അപ്പോൾ വലിയ സംഭവമൊന്നുമല്ല. നിങ്ങളും എന്താ പറയുക, ഇതുപോലെ കൊമ്പ് വാങ്ങിയിട്ടും അല്ലെങ്കിൽ വിത്ത് നട്ടിട്ടൊക്കെ കുഴിച്ചിട്ട് നോക്കുക, ഒന്ന് വളർത്തി നോക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടായി കിടക്കുന്നതാണ്, നല്ല സുഖമാണ്. മനസ്സിനൊരു കുളിർമയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഇപ്പോൾ പൊട്ടിക്കുന്ന സമയമല്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാലും ഞാൻ പറയും ഇപ്പോൾ പൊട്ടിക്കുന്ന സമയമല്ല എന്ന്. അപ്പം അവരങ്ങനെ ചോദിച്ചു. അപ്പോൾ നമുക്ക് വിഷമമായി. നമ്മളിവിടെ നൈബറിൻ്റെ അടുത്ത് പറഞ്ഞ്, നമ്മളെ തൊട്ടിടവിലുള്ള ആളെടുത്ത് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ചോദിച്ചപ്പോൾ അവർ തന്നില്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സംഘടിപ്പിച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ അശോട്ട് സംഘടിപ്പിച്ച് തന്നതാണ് നമുക്ക് ഈ മുരിങ്ങയുടെ കൊമ്പ്. അങ്ങനെ അവർ നട്ട് തന്നു. നമ്മൾ നനച്ച് എല്ലാം കൂടെ വളർന്നു. 8 മാസം കൊണ്ട് കാ ഉണ്ടായി. കാ ഉണ്ടായാൽ തന്നെ നമ്മൾ കടയിലൊന്നും കൊടുക്കലില്ലേ. നമ്മളെന്ത് ചെയ്യും, നമ്മളെ യൂസിനും പിന്നെ പുറത്ത് റിലേറ്റീവ്സിന് കൊടുക്കും. പിന്നെ ഇതിലൂടെ പോകുന്ന ആളുകൾ, കാരണം ഇത് റോഡിൽ തന്നെയാണ്, റോഡ് സൈഡാണ്, എല്ലാവരും ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കലുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കലുണ്ട്. അങ്ങനെ യൂസേജൊക്കെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് ഈ കഴിഞ്ഞ തവണ നമ്മൾ കൊമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയും ഇത് താഴെ വരെ എത്തിയത്. ഈ പ്രാവശ്യം എല്ലാം ഉണ്ടായിരിക്കുന്നത് റോഡിലാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ പോകുന്ന വണ്ടിയൊക്കെ നിർത്തിയിട്ടാണ് എൻ്റെ അടുത്ത് കാ ചോദിക്കുന്നത്. ഒരു രക്ഷയില്ല. പക്ഷെ വേറെ ആരും പൊട്ടിച്ചൊന്നും കൊണ്ടുപോകത്തില്ലേ. എല്ലാവരും ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്താ പറയുക, ഒരു 2 മുരിങ്ങക്ക തരുമോ അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് ഞാൻ കൊടുക്കൽ. ആരും പൊട്ടിച്ചൊന്നും കൊണ്ടുപോകത്തില്ല. പിന്നെന്താ പറയുക, ഞാൻ ഇന്ന് കുറച്ച് മുരിങ്ങക്ക പറിക്കണം. രാവിലെയാണ് ഇത് സമയം. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ ഇതിൽ കുറേ മുരിങ്ങക്ക ഞാൻ പറിച്ച് കഴിഞ്ഞു. എല്ലാവർക്കും കൊടുത്തു, റിലേറ്റീവ്സിന് കൊടുത്തു, മോള് സ്കൂളിൽ കൊണ്ടുപോയി, അങ്ങനെയൊക്കെ. പിന്നെന്താ, ഈ കാണുന്നത് കവുങ്ങൊക്കെ നമ്മളിവിടെ താമസിച്ച ശേഷം നട്ടതാണേ. ഇതൊക്കെ ആയ മുരിങ്ങക്കായാണ്. നേരത്തെ നമ്മൾ റോഡിൽ കണ്ടതൊന്നും ഒട്ടും ആയിട്ടില്ല. അപ്പോൾ റോഡിൽ കണ്ടിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത് ചോദിക്കാൻ വരിക, തരുമെന്ന് ചോദിച്ചിട്ട്. നമ്മളിങ്ങനെ മേലെ നിന്ന് ആയത് നോക്കി പൊട്ടിച്ചെടുക്കും. പൊട്ടിച്ചെടുത്തിട്ടില്ലെങ്കിലും അതും പ്രശ്നമാണ്. കാരണം ഇതിൻ്റെ കൊമ്പിന് തീരെ സ്ട്രോങ് അല്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. കണ്ടില്ലേ ഒടിഞ്ഞു നിൽക്കുന്നത്? ബസ്സും പോകുന്ന വണ്ടികളൊക്കെ തട്ടും. ആ സമയത്തൊക്കെ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട്, എന്നാലും ഇതിൻ്റെ കായുടെ വണ്ണം വെക്കുന്നതിനനുസരിച്ചിട്ട് താണു പോവും. പിന്നെ ഞാൻ മോൾക്ക് വേണ്ടി കുറച്ച് മുരിങ്ങക്ക പറിക്കുകയാണ്. സ്കൂളിൽ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും കൊടുക്കാൻ വേണ്ടിയിട്ട്. അവളിത് ഫ്രണ്ട്സിന് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞ് ഫ്രണ്ട് അത് കഴിച്ച ശേഷം എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങിച്ചതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന് ചെറിയ മോള് പറഞ്ഞു എന്ന് കേട്ടപ്പോൾ നല്ല സന്തോഷമായി. കാരണം നമ്മളെ വീട്ടിലുണ്ടായൊരു സാധനം ഇങ്ങനെ എന്താ പറയുക, കഴിച്ചിട്ട് അഭിപ്രായം പറയുക, പിന്നെ ഇനി വേണമെന്ന് പറയുക, ഒരു രസമല്ലേ? അത് നല്ല സന്തോഷമല്ലേ? നിങ്ങളെ വീട്ടിൽ എന്താ ഉള്ളത്? ഇങ്ങനെ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഓരോന്ന് കുഴിച്ചിടാനും അത് നനയ്ക്കാനും അതിങ്ങനെ മറ്റുള്ളവർക്ക് അതിൽ കാ പിടിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ഇഷ്ടമാണ്. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ എന്താ ഉള്ളത്? ഞാൻ ഇങ്ങനെ വണ്ടി വരുന്നുണ്ടോ നോക്കുകയാണ്. പിന്നെ ഇത് താഴെ വീഴുമ്പോൾ പൊട്ടിപ്പോവും വേഗം, റോഡല്ലേ. മുറ്റത്താണെങ്കിൽ കല്ലുമാണ്. അപ്പം കല്ലിൽ വീണാൽ വേഗം പൊട്ടും. റോഡിൽ വീണ പോലെ തന്നെയാണ് കല്ലിൽ വീഴുന്നതും. ഇതാണ് ഞാൻ പറിച്ച മുരിങ്ങക്കായി. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ എന്താ ഉള്ളത്? നിങ്ങൾ എന്താണ് നട്ട് നനച്ചുണ്ടാക്കിയത്?
എൻ്റെ മുരിങ്ങക്കായ് കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ ബൈ.